ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. ചില നിമിഷങ്ങളിൽ നമ്മൾ ചിലരെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അപ്പം ഒരാൾ നമ്മളെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ വളരെ വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുത്തുന്നത്. അപ്പം എന്തിനാണ് വാട്സപ്പിൽ ശരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്? നമ്മൾ പലതരത്തിലുള്ള ബ്ലോക്കിങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകന്മാരുടെ ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇത് നടക്കുന്നത്. പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അതായത് രാവിലെ ബ്ലോക്ക് ചെയ്യും, രാത്രിയിൽ അൺബ്ലോക്ക് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, അൺബ്ലോക്ക് ചെയ്യും, വീണ്ടും ബ്ലോക്ക് ചെയ്യും, വീണ്ടും അൺബ്ലോക്ക് ചെയ്യും. അത് അവരൊരു ഡെയിലി റുട്ടീൻ പോലെ അവരെന്ത് ചെയ്യുകയാണ്, എപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നു, അൺബ്ലോക്ക് ചെയ്യുന്നു. അത് പിന്നെ അങ്ങനെ പോട്ടെ, വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളോട് വേറൊരാൾക്ക് മിണ്ടാനായിട്ട് താല്പര്യമില്ല, പക്ഷെ നേരെ നമ്മളോട് പറയാനും അവർക്ക് കഴിയുന്നില്ല, മിണ്ടാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ മെസ്സേജ് അയക്കേണ്ടെന്നൊന്നും പറയാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നൈസായിട്ടങ്ങ് ഒഴിവാക്കും, നൈസായിട്ടങ്ങ് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കും. അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാർ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ. സോമനസാലെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. മറ്റുള്ളവരുടെ ഫോഴ്സിന് അടിമപ്പെട്ടിട്ട് ഇന്നയാളിനെ നീ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കണം, ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമത്തെ ഒരു ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെനുവിനാണ്. അതായത് ശല്യം സഹിക്കാൻ മേലാഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് കളയുന്ന വാട്സപ്പിലെ ഒരു ടൈപ്പ് ബ്ലോക്കിംഗ് ഉണ്ട്. ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് ശല്യങ്ങളുണ്ട് കേട്ടോ. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. ഓരോരുത്തരും അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പല ടൈപ്പ് ശല്യങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ജെനുവിനായിട്ടുള്ള ബ്ലോക്കിംഗ് ഉണ്ട്. നാലാമതൊരു ടൈപ്പ് ബ്ലോക്കിംഗ് ഉണ്ട്. അതാണ് എക്സ്ട്രീം ലെവൽ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ക്യാഷൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് കടം മേടിക്കും. കടം മേടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കായിരിക്കും. ആ രീതിയിൽ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ കൂടുതൽ ഗൗരവമാകുന്നത്. ഈ ആൾ നമ്മളെ ബ്ലോക്ക് ചെയ്തോ, അതോ വാട്സപ്പ് നിർത്തിപ്പോയതാണോ, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ വേറൊരു സിം എടുക്കുന്നു, വേറൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇനി അതും പറ്റിയില്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഈ നമ്പർ കൊടുത്തിട്ട്, ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് നോക്കിക്കേ, ഇന്നയാൾ വാട്സപ്പിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ, അതായത് ഓൺലൈൻ വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ. അങ്ങനെ നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ച് പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയൊരു ട്രിക്ക് വെച്ചിട്ട് ആ ആൾ വാട്സപ്പിൽ നമ്മളെ ബ്ലോക്ക് ചെയ്തതാണോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ സ്ക്രീനിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീനിലോട്ട് പോകാം. ഇപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് 2 വാട്സപ്പ് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഒരെണ്ണം, റൈറ്റ് സൈഡിൽ ടോപ്പിൽ ഒരെണ്ണം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന വാട്സപ്പിന് ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നെയിം അലക്സ് ഫോർ ടെക് എന്നും, റൈറ്റ് സൈഡിൽ കാണുന്ന വാട്സപ്പിന് ഞാൻ കൊടുത്തിരിക്കുന്ന കോൺടാക്റ്റ് നെയിം മൈ ഫ്രണ്ട് എന്നും ആണ്. അപ്പോൾ ഈ അലക്സ് ഫോർ ടെക് എന്ന് പറയുന്ന വാട്സപ്പ് ഞാനങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് ഈ മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു കോൺടാക്റ്റിനെ ഞാൻ എടുത്തു. ആക്റ്റീവാണ്, DP ഒക്കെ കാണുന്നുണ്ട്. ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നു, ഹായ് ഹൗ ആർ യു. മെസ്സേജ് ഡെലിവർ ആയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. 2 ടിക്കൊക്കെ വീണിട്ടുണ്ട്. ഇനി ആ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വാട്സപ്പിൽ പോയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അലക്സ് ഫോർ ടെക്, ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. തിരിച്ച് വീണ്ടും അലക്സ് ഫോർ ടെക്കിൽ വരുന്നു. ബ്ലൂ ടിക്ക് മാർക്കൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമ്മൾ അയച്ച ആൾ നമ്മുടെ മെസ്സേജ് വായിച്ചിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വാട്സപ്പിലേക്ക് വന്നിട്ട് അലക്സ് ഫോർ ടെക് എന്ന് പറയുന്ന ഈ ഒരു കോൺടാക്റ്റിനെ ഞാൻ ബ്ലോക്ക് ചെയ്യാൻ പോവാം. ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക, സെറ്റിങ്സിൽ വരിക, അക്കൗണ്ട്, പ്രൈവസിയിൽ വന്നിട്ട് ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്ക്ഡ് കോൺടാക്ട്സ് എന്നുള്ള ഓപ്ഷനിൽ വരിക, ആഡ് ചെയ്ത് കൊടുക്കുക. അലക്സ് ഫോർ ടെക്കിനെ എടുത്തിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ബ്ലോക്കായി. ഇനി നേരെ തിരിച്ച് വന്നിട്ട് ഇപ്പോൾ അലക്സ് ഫോർ ടെക് എന്ന് പറയുന്ന ആൾ വാട്സപ്പ് ഓപ്പൺ ആക്കുമ്പോഴത്തേന് DP പോയിരിക്കുന്നു.
അപ്പോൾ തന്നെ ചെറിയൊരു സംശയം വന്നു ബ്ലോക്ക് ചെയ്തോ എന്നുള്ളത്. പക്ഷേ ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അടുത്തൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നു, ഹായ് ആർ യു ദെയർ. ഒരു സിംഗിൾ ടിക്കേ വീണുള്ളൂ. പക്ഷേ ഈ DP ഇല്ല അല്ലെങ്കിൽ സിംഗിൾ ടിക്കേ വീണുള്ളൂ എന്നുള്ള കാരണം കൊണ്ട് നമുക്ക് ഒരാൾ നമ്മളെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ DP ആ ആൾ ചിലപ്പോൾ എടുത്തു മാറ്റിയതാകാം. ഇനി സിംഗിൾ ടിക്ക് വീണതിൻ്റെ കാരണം ചിലപ്പം നെറ്റ് ആ ഒരു ഫോണിൽ ഓഫാക്കി ഇട്ടിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ഒരു സിംഗിൾ ടിക്ക് അല്ലെങ്കിൽ റേഞ്ച് ഇല്ലാതിരിക്കാം, സിംഗിൾ ടിക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം സിംഗിൾ ടിക്കും DPയും വെച്ചിട്ട് നമുക്ക് വാട്സപ്പിൽ ഒരാൾ നമ്മളെ ബ്ലോക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക, ആഡ് പാർട്ടിസിപ്പൻസ്. ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഈ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആളിനെ ആഡ് ചെയ്യാം. ഫോർവേഡ് ചെയ്യുന്നു. ഗ്രൂപ്പിന് പേരൊക്കെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ടെസ്റ്റ് ഗ്രൂപ്പ് എന്ന് അങ്ങോട്ട് കൊടുക്കുക. നമ്മൾ ടെസ്റ്റ് ചെയ്യുവാണല്ലോ. താഴെ വട്ടത്തിൽ കാണുന്ന ടിക്ക്, അതാണ് കൺഫേം ചെയ്യേണ്ടത്. കൊടുത്തപ്പം ഗ്രൂപ്പ് ക്രിയേറ്റായി. പക്ഷേ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഞാൻ മാത്രമേ ഇപ്പോൾ അവിടുത്തെ മെമ്പറായിട്ടുള്ളൂ, മറ്റേ ആൾ ആഡായില്ല. ഒന്നും കൂടെ നമുക്ക് ഗ്രൂപ്പ് ഇൻഫോ എടുത്തിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. മൈ ഫ്രണ്ടിനെ ആഡ് ചെയ്യാനായിട്ട് നോക്കുമ്പം കൺഫേം ചെയ്യുമ്പം കുഡ് നോട്ട് ആഡ് മൈ ഫ്രണ്ട്. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, ആ പറയുന്ന വ്യക്തി നമ്മളെ വാട്സപ്പിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. വേറെ ഒരു മെത്തേഡും തപ്പിപ്പോകണ്ട. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ഇനി വാട്സപ്പിൽ ഇങ്ങനെ ഒരാൾ ബ്ലോക്ക് ചെയ്തത് കണ്ടിട്ട് ഉടനെ പോയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അതുപോലുള്ള കണ്ടിടത്തെല്ലാം പോയിട്ട് എന്നെ എന്തിനാ ബ്ലോക്ക് ചെയ്തത്, അൺബ്ലോക്ക് ചെയ്യുമോ ഇങ്ങനെയൊന്നും പറഞ്ഞ് പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് അത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല. ഇപ്പോഴത്തെ ഒരു മിക്ക ആൾക്കാരുടെയും ഫോണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 100 കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 60 പേരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം ബ്ലോക്ക് ചെയ്ത ആൾ നമ്മളെ വിട്ടു പോയിരിക്കുന്നു, അത്ര ഓർത്താൽ മതി. ഇനി ആ ആളിന് ആവശ്യമുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നോളും. അപ്പോൾ നമുക്ക് ആളിനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം, കൺഫേം ചെയ്യാം ഒരാൾ നമ്മളെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു 12 വയസ്സിന് മേളിലോട്ടുള്ള ആണെന്നോ പെണ്ണെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരുടെയും കയ്യിൽ ഒരു സ്മാർട്ട് ഫോണുണ്ട്. ഒരു 90% ആൾക്കാരും ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ മെസ്സഞ്ചർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങളാണ് ഓരോരുത്തരുടെയും ലൈഫിൽ നടക്കുന്നത്. ഇപ്പോൾ പള്ളിയിലുള്ള ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുന്നു, കസിൻസിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇനി അമ്മാവന്മാരൊക്കെ ഇതിനകത്തെ മെയിൻ ആൾക്കാരാണ് കേട്ടോ. ഈ അങ്കിൾസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തെ മെയിൻ ആൾക്കാരാണ്. മിക്ക ആൾക്കാരുടെയും ഫോണിൽ അമ്മാവന്മാരൊക്കെ ബ്ലോക്കാണ്. പിന്നെ വേറൊരു സ്പെഷ്യൽ ടൈപ്പ് ബ്ലോക്കിംഗ് ഉണ്ട്. അതായത് രാത്രിയിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യും, പകൽ അൺബ്ലോക്ക് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പ്രൈവസി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനീ പറഞ്ഞ ട്രിക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ പുതിയതായിട്ട് ഫോൺ എടുക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ആൾക്കാർക്കും വേണ്ടി ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.